بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم അവിശ്വസിക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവരാരോ അവരുടെ കർമ്മങ്ങളെ അല്ലാഹു പാഴാക്കി കളയുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീമിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഈ മണ്ഡലത്തിലെ മുജാഹിദ് കുടുംബങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന ഈ സന്ദർഭത്തിൽ കുടുംബത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഈ നാടിന് സമീപമുള്ള ഒരു പ്രദേശത്ത് ഒരു രോഗിയായ കുട്ടിയെ കാണാൻ വേണ്ടി പോയി. രോഗിയായി കിടക്കുന്ന ഒരു കുട്ടി, രോഗി എന്ന് പറയുമ്പോൾ 6 വർഷമായിട്ട് ഒരേ കിടപ്പിലാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടം പറ്റി നട്ടെല്ലിന് ക്ഷതം ബാധിച്ച് കിടക്കുന്ന 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൗമാരപ്രായക്കാരൻ. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവനെന്തോ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പേജ് കഴിഞ്ഞ് അടുത്ത പേജ് മറിക്കണമെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നിന്ന് അവൻ്റെ ഉമ്മ വരണം. അതിനുപോലും സാധിക്കാതെ കിടക്കുന്ന ഒരു കുട്ടി. അപ്പോൾ അവനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾ ചോദിച്ചു, റയീസ് എന്താണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുള്ളത് എന്ന്. അപ്പോൾ ആ കുട്ടി അതിന് പറയുന്നൊരു മറുപടി ഉണ്ട്. അവൻ പറഞ്ഞു, എന്താണ് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് നിങ്ങളോട് പറയണില്ല, കാരണം അതെൻ്റെ ഒരു സ്വകാര്യമായ കാര്യമാണ്. പക്ഷേ എന്താണ് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറില്ലാത്തത് എന്ന് നിങ്ങളോട് പറയാം. എന്താണ് പ്രാർത്ഥിക്കാറില്ലാത്തത്? അവൻ പറഞ്ഞു, എൻ്റെ ഈ ഒരവസ്ഥ ഒന്ന് മാറിക്കിട്ടണം എന്ന് ഞാൻ ഇതുവരെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. ഒന്ന് ചെരിയാൻ കഴിയണം, ഒന്ന് നടക്കാൻ കഴിയണം, ഒന്ന് ഇരിക്കാൻ കഴിയണം, മനസ്സ് ആഗ്രഹിക്കുന്നിടത്തേക്ക് ശരീരത്തിന് പോകാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടാകണം എന്ന് ഈ 6 വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല എന്നാണ്. എന്താണതിൻ്റെ കാരണം? അതിനൊരു കാരണം അവൻ പറഞ്ഞു, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരവസ്ഥയാണെങ്കിലല്ലേ ഞാൻ അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുള്ളൂ. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് ഇഷ്ടമുള്ള അവസ്ഥയാണ്. ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നതിലൊരു സങ്കടം, അള്ളാഹു എന്നെ വിഷമിപ്പിച്ചല്ലോ എന്ന ഒരു ആധിയും വേവലാതിയും അള്ളാഹുവിനോട് എൻ്റെ മനസ്സിലില്ല. എൻ്റെ മനസ്സ് സംതൃപ്തമാണ് എന്ന് പറയുന്നത് ജീവിതം തിളച്ചുമറിയുന്ന ഒരു സമയമാകേണ്ട ഒരു കുട്ടിയാണ്. 21 വയസ്സെന്ന് പറഞ്ഞാൽ ജീവിതം ഒരു ആഘോഷമായി തീരേണ്ട സമയത്ത് ഒരു കട്ടിലിൽ ഒതുങ്ങിക്കഴിയേണ്ടി വരുന്ന ഒരു കുട്ടിയാണ് പറയുന്നത്, ഞാൻ അള്ളാഹുവിനെക്കുറിച്ച് സംതൃപ്തനാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരു യാത്ര പോവുകയാണ്. ആ സമയത്താണ് ഒരു ആയത്തിറങ്ങുന്നത്. എന്താണ് ആയത്ത്? നിങ്ങൾ സംഭരിച്ചു കൂട്ടുന്ന സ്വർണമോ വെള്ളിയോ ഒന്നുമല്ല ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത്. ഈ സ്വർണത്തിലോ വെള്ളിയിലൊന്നും അല്ല കാര്യം. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, റസൂലേ, സ്വർണമോ വെള്ളിയോ ഒന്നുമല്ല ജീവിതത്തിൽ സംഭരിക്കേണ്ടത് എന്നെങ്കിൽ മനസ്സിലായി, അതല്ല എന്ന് മനസ്സിലായി. പിന്നെ എന്താണ് റസൂലേ? വേറൊന്നുണ്ടാകുമല്ലോ, അതെന്താണ് റസൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് നൽകുന്ന ഒരു മറുപടിയുണ്ട്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ 3 കാര്യങ്ങൾ.
അത് കിട്ടിയാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ മഹാഭാഗ്യം. ഏതാണ് ആ 3 കാര്യങ്ങൾ? ഒന്നാമതായി റസൂൽ പറഞ്ഞത് ഖൽബുൻ ഷാക്കിറുൻ എന്നാണ്. ഖൽബുൻ ഷാക്കിറുൻ, അള്ളാഹുവിനോട് നന്ദിയുള്ള മനസ്സ്. അതിനാണ് ഞാൻ ആ കുട്ടിയുടെ കഥ കൊണ്ട് ആരംഭിച്ചത്. അള്ളാഹുവിനോടുള്ള തൃപ്തിയും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും, ജീവിതത്തിലൊരു കഷ്ടപ്പാട് വന്നല്ലോ എന്നതുകൊണ്ട്, ഒരു സങ്കടം ജീവിതത്തിൽ അനുഭവിക്കുന്നല്ലോ എന്നതുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംശയിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നുള്ളതിലൊരു സങ്കടം മനസ്സിൽ സൂക്ഷിക്കുന്നില്ല. മറിച്ച് ഖൽബുൻ ഷാക്കിർ, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും മനസ്സിൽ സന്തോഷമുണ്ടായിത്തീരുക എന്നത് അതേറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. അതാണ് അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം. നമുക്കറിയാം, അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം ഖുർആനിൽ വിശദമായി പറയുന്നൊന്നുമില്ല. കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ബൈബിളിൽ കുറച്ചുകൂടി വിശദമായിട്ട് ഇക്കാര്യങ്ങൾ പറയുന്നതായി കാണാം. ബൈബിളിൽ പറയുന്നത് അയ്യൂബ് നബിക്ക് 7000 ആടുമാടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. 700 കാളകൾ ഉണ്ടായിരുന്നു, 700 പെൺകഴുതകൾ ഉണ്ടായിരുന്നു, 7000-ഓളം ദാസീദാസന്മാരുണ്ടായിരുന്നു, 7 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നു. ആ നാട്ടിലെ ഏറ്റവും സമ്പന്നനായ സമൃദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ് എന്ന് ബൈബിൾ പറയുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം. എല്ലാം നഷ്ടപ്പെട്ടു. ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ എത്ര സഹിക്കാൻ കഴിയും? അതിലേറെ സഹിച്ചു. സഹിക്കാൻ കഴിയുന്നത്ര നമ്മൾ സഹിക്കും. പക്ഷെ സഹിക്കാൻ കഴിയുന്നതിലേറെ സഹിച്ച ചരിത്രമാണ് അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം. എന്നിട്ടും അള്ളാഹിനോട് പറയണത് എന്താണ്? ബൈബിളിൽ പറയുന്നത് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ്. തലമുണ്ഡനം ചെയ്ത് അദ്ദേഹം മുട്ടുകുത്തിയിരുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ദൈവം തന്നു, ദൈവം എടുത്തു. നഗ്നനായിട്ടാണ് ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. നഗ്നനായിട്ട് തന്നെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് യാത്ര ചോദിക്കുകയും ചെയ്തു. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്നാണ്. വഅന്നീ മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. ഇതാണ് ഖുർആൻ പറയുന്നത്. അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടനഷ്ടങ്ങളുടെയും കണ്ണുനീരിൻ്റെയും നടുക്കടലിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. വഅന്നീ മസ്സനിയദ്ദുർറു, എനിക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പ്രയാസങ്ങളും ദുഃഖങ്ങളുമെല്ലാം ഉണ്ട്. പക്ഷേ വഅൻത അർഹമുർ റാഹിമീൻ, അള്ളാഹുവേ നീ കാരുണ്യവാനാണ് എന്നല്ല പറയണത്. നീ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് എന്ന്. കാരുണ്യവാനാണ് എന്നല്ല, കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് നീ എന്ന എൻ്റെ വിശ്വാസത്തിന് യാതൊരു പോറലും സംഭവിച്ചിട്ടില്ല. കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായല്ലോ, കുറച്ച് സങ്കടങ്ങൾ ഉണ്ടായല്ലോ എന്ന് കരുതിയിട്ട് നിന്റെ കാരുണ്യത്തെ ഞാൻ സംശയിക്കുന്നില്ല എന്നാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം അള്ളാഹിനോട് പറയണത്. അയ്യൂബ് നബിയെ കുറിച്ച് മാത്രം അല്ല പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണ്? നിഅമൽ അബ്ദ്, നിഅമൽ അബ്ദ്, എത്ര നല്ല ഒരു അടിമയാണ് അദ്ദേഹം. അതാണ്, എത്ര നല്ലൊരു മനുഷ്യനാണ്. തൻ്റെ ഒരു അടിമയെ കുറിച്ച് അല്ല പറയാണ് നിഅമൽ അബ്ദ്. ഇതാണ് ഖൽബുൻ ഷാക്കിർ. ഈ ഖൽബുൻ ഷാക്കിർ അനുഭവിക്കുന്ന മനസ്സ്, ഹൃദയം ഉള്ളിൽ സൂക്ഷിക്കാൻ കഴിയുക എന്നത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമുക്ക് ഉറപ്പിച്ചു പറയാം, നമ്മുടെ ജീവിതത്തിൽ കൈവരുന്ന ഏറ്റവും വലിയ മഹത്തായ സൗഭാഗ്യമാണ്. അതാണ് ആധുനിക കാലത്ത് മനുഷ്യന് നഷ്ടമായി കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ സുഹൃത്തായിട്ടുള്ളൊരു മാഷ്, ഈ മാഷിന് നല്ലൊരു വീടുണ്ട്, നല്ല കുടുംബം, ജോലി, എല്ലാം സുഖകരമാണ്. അപ്പം മാഷിൻ്റെ വീട്, ഒരു കേടുമില്ലാത്ത വീട് അവിടെ ഇവിടെയൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് മാഷ ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുന്നത്? അപ്പം മാഷ അതിനെന്തൊക്കെയോ കാരണങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെയാണ് മാഷിൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങളോട് പറഞ്ഞതുപോലെ അല്ല കേസ്. പ്രശ്നം എന്താണെന്നറിയോ? പ്രശ്നം മാഷിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഈ മാഷിൻ്റെ വീടിൻ്റെ അടുത്ത് വീട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ആ വീട് മാഷിൻ്റെ വീടിനേക്കാൾ കുറച്ചുകൂടി പൊക്കമുള്ള വീടാണ്, ഹൈറ്റുള്ള വീടാണ്. അപ്പം മാഷിൻ്റെ മനസ്സിലൊരു അസ്വസ്ഥത, ഒരു പ്രയാസം. അതുകൊണ്ട് മാഷ് എന്താ ചെയ്യണത്? മാഷ് വീട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പൊളിച്ചിട്ട് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടാക്കുകയാണ്. ആ വീടിനേക്കാൾ ചെറുതാകാൻ പാടില്ല എന്നുള്ള മനസ്സിൻ്റെ പ്രയാസമാണ്, അസ്വസ്ഥതയാണ് വീട് പൊളിയായി മാറിയത്. അതിന് മാഷ കയ്യിൽ പൈസ ഉണ്ടോ? പൈസ ഇല്ല. അപ്പോൾ മാഷ് എന്താണ് ചെയ്യണത്? മാഷ് സഹകരണ ബാങ്കിൽ പോയിട്ട് ഭവന വായ്പ വാങ്ങുകയാണ്. 2 മാസം മുമ്പ് മാഷിൻ്റെ ജ്യേഷ്ഠൻ വാഹനം വാങ്ങി എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ബാങ്കിൽ പോയി കൊടുക്കാവുന്ന രേഖകളെല്ലാം കൊടുത്ത് മാഷ് വാഹന വായ്പ വാങ്ങി തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. ആ മാഷാണ് ഭവന വായ്പക്ക് വേണ്ടി ക്യൂ നിന്ന് വീണ്ടും വലിയ ഒരു പ്രയാസം കഴുത്തിൽ ചുറ്റി വീട്, കുടുംബം, ജീവിതം ആസ്വാദ്യകരമാക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മാഷ് ആർക്കൊപ്പിച്ചാണ് ജീവിക്കുന്നത്? മാഷ് അയൽപ്പക്കത്തിനൊപ്പിച്ചാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ മാഷ് കുടുംബത്തിലുള്ള മറ്റാളുകൾക്കൊപ്പിച്ചാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ സഹജീവനക്കാർക്കൊപ്പിച്ചാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊപ്പിച്ചാണ് ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ മാഷ് ജീവിക്കേണ്ടത് ആർക്കൊപ്പിച്ചാണ്? മാഷിനൊപ്പിച്ചാണ്. ഞാൻ എനിക്കൊപ്പിച്ച് ജീവിച്ചാൽ മതി. എൻ്റെ ഒരു വരുമാനവും എൻ്റെ ഒരു ജീവിത സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ജീവിതം സുഖകരമാകും. എന്നാൽ അപ്പുറത്തുള്ളവനൊപ്പിച്ച് ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോഴുള്ള എൻ്റെ ജീവിതത്തിൻ്റെ രസം നഷ്ടപ്പെടും എന്നതാണ്. ഇപ്പോഴുള്ള ജീവിതത്തിൻ്റെ ഒരു സുഖവും സമാധാനം ഉണ്ടല്ലോ, അതങ്ങോട്ട് നഷ്ടപ്പെടും. അപ്പം ഈ മാഷ് പറയുന്നത് അയാളുടെ മക്കൾക്ക് വേണ്ടിയാണ് എന്നാണ്. മക്കൾക്ക് വേണ്ടിയാണ് അയാൾ വായ്പ വാങ്ങുന്നത്, മക്കൾക്ക് ജീവിതം സുഖകരമാകാനാണ് അയാൾ വീട് നന്നാക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നത് എന്നൊക്കെ പറയുന്നു. യഥാർത്ഥത്തിൽ മാഷ് ചെയ്യുന്നത് അയാളുടെ മക്കളോട് തന്നെ ഏറ്റവും വലിയൊരു ക്രൂരതയാണ്. കാരണം ഒരു വാപ്പ മരിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ആളുകളോ കുടുംബത്തിലുള്ള ആളുകളോ ആ മക്കളെ തിരിഞ്ഞു നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എല്ലാവരും നോക്കി എന്താണെന്നറിയോ നിങ്ങൾ? ആ മരിച്ചുപോയ വാപ്പാക്ക് വല്ല കടവുമുണ്ടോ എന്നാണ്. കടമുള്ള വാപ്പയാണെങ്കിൽ, വായ്പ വാങ്ങിയ വാപ്പയാണെങ്കിൽ, ലോണിന്റെ ഭാരവുമായി മരിച്ചുപോയൊരു വാപ്പയാണെങ്കിൽ ആ വാപ്പയുടെ മക്കളെ തിരിഞ്ഞു നോക്കാൻ ഒരാളെയും കിട്ടൂല. അപ്പൊ വേലിയിലുള്ള പാമ്പിനെ കഴുത്തിൽ ചുറ്റിയിട്ടാണ് ഇയാൾ പറയുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. അതേ മക്കൾക്ക് തന്നെ പ്രയാസം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഇയാൾ ചെയ്യുന്നത്. ഇയാൾ ഏത് നിമിഷവും ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകാനുള്ള ആളാണ്. പിന്നെ ഈ ബാധ്യതയും ഭാരവും ആരുടെ ചുമലിലാണുള്ളത്? ഈ മക്കളുടെ ചുമലിലാണുള്ളത്. ഞാൻ സൂചിപ്പിച്ചത് ഖൽബുൻ ഷാക്കിർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ടാണ് എനിക്ക് എന്നെക്കുറിച്ചൊരു അഭിപ്രായമില്ല. TV കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സീരിയൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ TV അനിയന്ത്രിതമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീട്, ആ വീട്ടിൽ ഉണ്ടാകുന്ന ജീവിതവും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും വളരെ അപകടകരമായിരിക്കും. കാരണം ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വീടുണ്ടല്ലോ, ആ വീടൊരു വീട് എന്ന് പറയാൻ കൊള്ളില്ല. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സാരി ഉണ്ടല്ലോ, അതൊന്നൊരു സാരി എന്ന് പറയാൻ പറ്റൂല. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ്, അതൊരു മൊബൈൽ ഫോൺ എന്ന് പറയാൻ പറ്റില്ല എന്ന് നമ്മളെക്കുറിച്ച് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു അസംതൃപ്തി ഉണ്ടാക്കുന്നതിൽ TV പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ഈ പെയിൻറ്റിൻ്റെ പരസ്യം കാണാറുണ്ടല്ലോ TV-യിൽ. പെയിൻറ്റിൻ്റെ പരസ്യം, ഏത് പെയിൻറ്റിൻ്റെ പരസ്യമാണെങ്കിലും പെയിൻ്റ് ഒരു ചെറിയ വീടിന് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അല്ലേ? ചെറിയൊരു വീടിന് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാലും ഭംഗിയാണ്. പക്ഷെ ചെറിയ വീടിന് അടിച്ച പെയിൻറ്റിൻ്റെ പരസ്യം നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടില്ല. TV-യിൽ പെയിൻറ്റിൻ്റെ പരസ്യം ഉണ്ട് എങ്കിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ വീടിന് പെയിൻ്റ് അടിച്ച പരസ്യമേ കാണിച്ചു തരുള്ളൂ. കാരണം എന്താണ്? വീട് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന വീടുണ്ടല്ലോ, അതൊന്നൊരു വീട് എന്ന് പറയാൻ പറ്റില്ല എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മളെക്കുറിച്ചൊരു അസംതൃപ്തി ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ എലിമിനേഷൻ റൗണ്ട് കണ്ട് നമ്മൾ കരയുന്നത്. പക്ഷേ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് ജൂൺ മാസം വരുമ്പോഴേക്ക് യൂണിഫോം എടുക്കാൻ വേണ്ടി കാശില്ലാത്തതിൻ്റെ പേരിൽ കരയുന്ന ഒരു വാപ്പയും ഉമ്മയും മക്കളുമുണ്ട്. ആ വാപ്പാനെയോ മക്കളെയോ ഉമ്മയെയോ നമ്മൾ കണ്ടിട്ടേയില്ല. കാരണം എന്താണ്? നമ്മൾ കരയേണ്ടത് ആർക്കു വേണ്ടിയാണ് എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, TV-യാണ്. നമ്മളെപ്പോഴാണ് ഉറങ്ങേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്, നമ്മളെപ്പോഴാണ് ഉണ്ണേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്, നമ്മളെപ്പോഴാണ് ഉണരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന TV-യാണ്. അപ്പം TV നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ സ്വാധീനമുണ്ട്. TV-ക്ക് ഉള്ള വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്ന ഒരു അപകടം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള
അസംതൃപ്തി പെരുകുന്നു എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, വലിയ വലിയ പൈസ കൊടുത്തിട്ട് വാങ്ങാൻ മാത്രം കിട്ടുന്ന ഉപകരണങ്ങളുടെ പരസ്യം ടി വിയിൽ വരും. അതിൻ്റെ തൊട്ട് പിന്നാലെ ആയിരിക്കും വലിയ വലിയ ലോണിൻ്റെ പരസ്യം വരിക. കാരണം എന്താണ്? ഈ ഉപകരണങ്ങൾ വാങ്ങാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പൈസയും നമ്മൾ തരാം. അങ്ങനെ നമ്മൾ ആ ലോണ് വാങ്ങുന്നു, വലിയ ഒരു വീട് വെക്കുന്നു, ആ വീട്ടിൻ്റെ ഉള്ളിൽ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടാൻ പിന്നെയും ലോണ് വാങ്ങുന്നു. ആ ലോണ് തിരിച്ചടക്കാൻ കഴിയാതെ നമ്മളും നമ്മുടെ ഭാര്യയും മക്കളും ആ വലിയ ബംഗ്ലാവിൻ്റെ നടുവിൽ ആ ഉപകരണങ്ങളുടെ ഇടയിൽ ആത്മഹത്യ ചെയ്ത വാർത്ത അതിലേറെ മനോഹരമായി നാട് മുഴുവനും കൊട്ടിപ്പാടുന്നതും ഇതേ ടി വി ആയിരിക്കും. അപ്പോൾ ഒരു ഇരയെ മനോഹരമായി കൊന്നുകളഞ്ഞു. അപ്പം നിങ്ങൾ ഇന്ന ടൂത്ത് പേസ്റ്റ് കൊണ്ട് പല്ല് തേച്ചാലേ നിങ്ങൾക്ക് മനോഹരമായി ചിരിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ രാജുവിനെ പോലെ ചിരിക്കേണ്ടി വരുമെന്ന് ടി വി നമ്മളോട് പറയണു. വെളുപ്പാണ് സൗന്ദര്യം. നിങ്ങൾ വെളുത്തിട്ടല്ലേ? വെളുത്തിട്ടല്ല എങ്കിൽ വെളുക്കാനുള്ള മരുന്ന് തരാം എന്നും പറയുന്നു. ടി വിയിൽ ഏറ്റവും അധികം പരസ്യമുള്ളത് കോസ്മെറ്റിക് ഐറ്റംസ് ആണ്, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പരസ്യമാണ്. അപ്പം നമ്മളെ ചുറ്റും വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്വാധീനങ്ങളുണ്ട്. ആ സ്വാധീനങ്ങളുടെ ചെങ്ങലക്കെട്ടുകളിൽ നിന്ന് സ്വതന്ത്രരാവാതെ നമ്മുടെ ഉള്ളിൽ ഖൽബുൻ ഷാക്കിർ എന്ന അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ സമ്മാനം എന്ന് റസൂൽ പറഞ്ഞ കാര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകൂല. അപ്പം ജീവിതത്തിൽ കൈവരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് റസൂൽ പറഞ്ഞതാണത്. രണ്ടാമതായി റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? രണ്ടാമതായി റസൂൽ പറഞ്ഞത് ലിസാനുൻ ദാക്കിറുൻ എന്നാണ്. ലിസാനുൻ ദാക്കിർ എന്ന് പറഞ്ഞാൽ അള്ളാനെ ഓർക്കുന്ന നാവ് എന്നാണ്. നമുക്കറിയാം, എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ പച്ച പിടിച്ചു നിൽക്കുന്ന നാവ്. അങ്ങനെ ഒരു നാവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ഹൃദയം ഉണ്ടാകണം, അല്ലേ? ആരാധനാകർമ്മങ്ങൾ യഥാർത്ഥത്തിൽ ഇതിനാണ്. ഞാൻ വിഷയത്തിൻ്റെ സുപ്രധാനമായ ഭാഗത്തേക്ക് വരികയാണ്. നമ്മുടെ പ്രമേയം വിശ്വാസം, വിശുദ്ധി, വിമോചനം എന്നതാണ്. ഈ വിശുദ്ധിയാണ് പ്രധാനം. വിശ്വാസം ഉള്ള ആളുകൾ ഇന്ന് പെരുകിയിട്ടുണ്ട്, മതവിശ്വാസികൾ പെരുകിയിട്ടുണ്ട്. പക്ഷെ ആ വിശ്വാസം കൊണ്ട് വിശുദ്ധിയുള്ള ആളുകൾ എത്ര ഉണ്ട്? അത് കുറവാണ്. അതുകൊണ്ടാണ് ലോട്ടറി ടിക്കറ്റ് കീശയിലിട്ടുകൊണ്ട് ആളുകൾ നിസ്കരിക്കുന്നത്. അയാൾക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ആ വിശ്വാസം കൊണ്ട് ഉണ്ടാകേണ്ട വിശുദ്ധി അയാളിൽ ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് സിഗരറ്റിൻ്റെ പേക്ക് കീശയിലിട്ടുകൊണ്ട് ആളുകൾ നിസ്കരിക്കുന്നത്. നിസ്കരിക്കുക എന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായി വേണ്ട പ്രവർത്തനം അയാളുടെ ജീവിതത്തിലുണ്ട്, പക്ഷേ ആ വിശ്വാസം കൊണ്ടുണ്ടാകേണ്ട വിശുദ്ധി അയാളുടെ ജീവിതത്തിലില്ല. അതുകൊണ്ടാണ് നിസ്കരിക്കുന്ന ആളുകൾ സ്ത്രീധനം വാങ്ങുന്നത് നമ്മൾ കാണുന്നു. കാരണം എന്താണ്? അയാളുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ട്, പക്ഷേ വിശുദ്ധി എന്ന രണ്ടാമത്തെ അംശം അയാളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്തിനാണ് റസൂൽ വന്നത് എന്ന് പറയുന്നിടത്തൊക്കെ ഖുർആൻ പറഞ്ഞത് തസ്കിയത്ത് ഉണ്ടാക്കാനാണ് എന്നാണല്ലോ. എന്താണ് തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ? ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി നല്ല ഒരവസ്ഥ എന്നുള്ളതാണ് തസ്കിയത്ത്. ഇപ്പൊ വിശ്വാസം കൊണ്ടുണ്ടാകേണ്ടത് ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചുകൂടി നല്ല ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതാണ് അറബികളിൽ സംഭവിച്ചത്. പരസ്യമായി പോലും തെറ്റ് ചെയ്യാൻ മടിയില്ലാതിരുന്ന ആളുകളായിരുന്നു അവരാണ് രഹസ്യമായി ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ പരസ്യമായി വന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയത്. പരസ്യമായി തെറ്റ് ചെയ്താൻ ഒരു മടിയില്ലാത്ത ആളുകളാണ്. പരസ്യമായി തെറ്റ് ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല, രഹസ്യമായി പോലും ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ശിക്ഷ ഏറ്റുവാങ്ങി. പട്ടാളം കാണുന്നുള്ള പേടി കൊണ്ടല്ല, പോലീസ് അറിയുമോ എന്ന പേടി കൊണ്ടല്ല, ഭരണാധികാരികളുടെ ജയില് പേടിച്ചുകൊണ്ടല്ല, സർക്കാരിന്റെ വിചാരണയെ ഭയന്നുകൊണ്ടല്ല, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ടായിരുന്നു, ഭക്തി കൊണ്ടായിരുന്നു. ഇതാണ് വിശുദ്ധി. ആ വിശുദ്ധിയുടെ അംശം അതാണ് ലിസാനുൻ ദാക്കിർ. ഇപ്പം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, കിട്ടുന്നത് ഇതാണ്. അപ്പം നമ്മൾ വാഹനം ഓടിക്കുന്ന ആളുകൾക്കറിയാം, വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്രോൾ തീരാൻ തുടങ്ങും. പെട്രോൾ തീരാൻ തുടങ്ങിയ വണ്ടി ഇങ്ങനെ ചാടും, വണ്ടി തുള്ളും. അപ്പം നമ്മൾ ചെയ്യുന്ന എന്താണ്? ഏറ്റവും ആദ്യം കാണുന്ന പെട്രോൾ പമ്പിലേക്ക് വണ്ടി കയറ്റിയിട്ട് പെട്രോൾ അടിച്ച് പിന്നെയും വണ്ടി ഓടിക്കും. പിന്നെയും കുറേ നേരം നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെയും പെട്രോൾ തീരും. അപ്പോൾ വീണ്ടും പെട്രോൾ പമ്പിലേക്ക് കയറ്റുന്നു, വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നു, പിന്നെയും യാത്ര പോകുന്നു. ഇങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ സുബ്ഹ് എന്ന ഒരു പെട്രോൾ പമ്പിൽ നിന്ന് നമുക്കാവശ്യമുള്ള ഭക്തിയുടെ പെട്രോൾ അടിക്കുകയാണ്. നമുക്കാവശ്യമുള്ള ഈമാനിൻ്റെ ഇന്ധനം ശേഖരിക്കുകയാണ്.
ആ ഈമാനിൻ്റെ ഇന്ധനം ഒരു 3-4 മിനിറ്റ് ശേഖരിച്ച ഞാനും നിങ്ങളുമാണ്. ഞാൻ എൻ്റെ കച്ചവടത്തിന് പോകുന്നു, മാഷ് സ്കൂളിലേക്ക് പോകുന്നു, നിങ്ങൾ അടുക്കളയിലേക്ക് പോകുന്നു, വേറെ ആൾ കൃഷിയിലേക്ക് പോകുന്നു, ഓരോരുത്തർ അവനാൻ്റെ ഏർപ്പാടിന് പോകുന്നു. ആ ഏർപ്പാടിന് ആവശ്യമായ ഭക്തിയുണ്ട്. കച്ചവടക്കാരനാണെങ്കിൽ അയാൾ നല്ല ഒരു കച്ചവടക്കാരനായിത്തീരേണ്ടതിനാവശ്യമായ ഈമാനിൻ്റെ ഇന്ധനമുണ്ട്, ഭക്തിയുടെ എണ്ണ ഉണ്ട്. ആ എണ്ണ അയാൾ ശേഖരിച്ചത് ഈ സുബ്ഹി എന്ന ഒരു പെട്രോൾ പമ്പിൽ നിന്നാണ്. 5:30 കഴിഞ്ഞു, 6:30, 7:30, 8:30, 9:30, 10:30, 11:30, 12:30 സമയം കുറേയായി. അപ്പോഴേക്ക് ഇത് തീരാൻ തുടങ്ങും. തീരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വണ്ടി ചാടിയതുപോലെ നമ്മുടെ ശരീരവും ചില അടയാളങ്ങളൊക്കെ തരും. അതെന്താണ് ആ അടയാളങ്ങൾ? എന്താണെന്നറിയോ നിങ്ങൾ? ചിലതൊന്നും നമ്മൾ കാണാൻ പാടില്ലായിരുന്നു, പക്ഷെ കണ്ടുപോയി. ചിലതൊന്നും നമ്മൾ പറയാൻ പാടില്ലായിരുന്നു, പക്ഷെ പറഞ്ഞുപോയി. ചിലതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലായിരുന്നു, പക്ഷെ അങ്ങനെ ഉണ്ടായിപ്പോയി. കാരണം എന്താണ്? ഈ പെട്രോള് തീരുന്നത് കൊണ്ടാണ്. അപ്പോൾ അള്ളാഹു നമ്മളെ അടുത്ത പെട്രോൾ പമ്പിലേക്ക് ക്ഷണിക്കുകയാണ്. അതിൻ്റെ പേരാണ് ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, നിസ്കരിക്കുന്ന ഒരു 3-4 മിനിറ്റ് അള്ളാഹനെ ഓർക്കാനല്ല നിസ്കാരം. അതിൻ്റെ ശേഷം ഒരു 3-4 മണിക്കൂറുണ്ട് വേറൊരു നിസ്കാരം വരുന്നതിന് മുമ്പുള്ള കുറേ സമയം. അവിടെയാണ് അള്ളാഹു എന്ന ഓർമ്മ തികട്ടി വരേണ്ടത്. അപ്പം നിസ്കരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഭക്തിയുടെ അടയാളമല്ല. ഓ, പർദ്ദയിടുന്ന പെണ്ണാണ്, മഫ്തിടുന്ന പെണ്ണാണ്, ഒരുപാട് താടിയൊക്കെ ഉള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അതൊരാളുടെ ഭക്തിയുടെ അടയാളമല്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പർദ്ദ ഇട്ടിരിക്കുന്നു എന്നുള്ളത്, നിസ്കരിക്കുന്നു എന്നുള്ളത്, നോമ്പ് നോൽക്കുന്നു എന്നുള്ളത്, താടി വച്ചിരിക്കുന്നു എന്നുള്ളത് ഒരാളുടെ ഭക്തിയുടെ അടയാളങ്ങളല്ല, മറിച്ച് അത് ഭക്തിയിലേക്കുള്ള വഴികളാണ്. ഒരാൾക്ക് ഭക്തനാകാനുള്ള നല്ല മാർഗമാണത്. അപ്പോൾ ഒരു സൊഫിൽ 10-20 ആളുകൾ നിസ്കരിക്കുന്നുണ്ടെന്ന് കൂട്ടുക. ആ 20 ആളുകളും ചെയ്യുന്ന പ്രവർത്തനമൊക്കെ ഒരുപോലെയാണ്. ഒരേ പ്രാർത്ഥനകളാണ്, ഒരേപോലെ സുജൂദ്, ഒരേപോലെ റുക്കൂ, എല്ലാം ഒരുപോലെയാണ്. പക്ഷെ ആ 10 ആളുകൾക്കും കിട്ടുന്ന പ്രതിഫലം ഒരുപോലെയാണോ? അല്ല. 10 ആളുകൾക്കും 10 പ്രതിഫലമാണ്. ചെയ്യുന്ന പ്രവൃത്തിക്കാണ് കൂലിയെങ്കിൽ എല്ലാവർക്കും ഒരേ കൂലി ഇടണം. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിക്കല്ല കൂലി, ചെയ്യുമ്പോഴുള്ള ആ മനസ്സാന്നിധ്യത്തിനാണ് കൂലി. അപ്പം നിസ്കരിക്കുന്ന ആളുകളോടല്ല, നിസ്കരിക്കാൻ വന്ന ആളുകളോടല്ല അള്ളാഹുവിനെ ഓർക്കണം എന്ന് പറയുന്നത്. പിന്നെ അള്ളാഹുവിനെ ഓർക്കണമെന്ന് അള്ളാഹു പറയണത് ആരോടാണെന്നറിയോ? ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർള് വബ്തഗൂ മിൻ ഫളില്ലാഹി വദ്കുറുല്ലാഹ കതീറാ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം, പള്ളിയിൽ ഇരിക്കുമ്പോഴല്ല, പള്ളിയിലേക്ക് വരുമ്പോഴല്ല, പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന് ശേഷം, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എത്തിയതിനു ശേഷം, നിങ്ങളുടെ കച്ചവട സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം അവിടെ അള്ളാഹുവിനെ ഓർക്കണമെന്നല്ല പറയണത്. അവിടെ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം കേട്ടോ. കാരണം എന്താണ്? അവിടെ അള്ളാഹുവിനെ ധാരാളമായി മറക്കാൻ സാധ്യതയുണ്ട്. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വേണം ഇപ്പോൾ ഹജ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. 1-2 ലക്ഷം രൂപ ചെലവഴിച്ചാലേ ഹജ്ജ് ചെയ്ത് ഇങ്ങോട്ട് പോരാൻ പറ്റുള്ളൂ. അങ്ങനെ അള്ളാഹു എന്ന ഒരൊറ്റ ഓർമ്മ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഹജ്ജ് ചെയ്ത ഒരാളോട് അല്ലാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. ഹജ്ജിന് വരുന്ന ആളോടല്ല, ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോടല്ല, ഹജ്ജ് കർമ്മം എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം നാട്ടിലേക്ക് പോകാൻ വേണ്ടി വിമാനം കാത്തിരിക്കുന്ന ആളോട് അല്ലാഹു പറയുകയാണ്, ഫഇദാ ഖളൈതും മനാസികകും വദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റ. ഇനി നിങ്ങൾ അല്ലാഹനെ ഓർക്കണം കേട്ടോ. എങ്ങനെയാണ് ഓർക്കേണ്ടത്? നിങ്ങൾ പണ്ട് നിങ്ങളുടെ വാപ്പമാരെയും വല്ലിപ്പമാരെയും ഓർത്തതുപോലെ അല്ല, അതിനേക്കാൾ ശക്തമായി നിങ്ങളുടെ ഉള്ളിൽ അള്ളാഹു എന്ന ഓർമ്മ ഉണ്ടാകണം കേട്ടോ. അത് മക്കയിലും അറഫയിലും വിട്ടേച്ചു പോകാനുള്ളതല്ല, അത് നിങ്ങളുടെ കൂടെ നാട്ടിലേക്ക് പോരാനുള്ളതാണ്. അതാണ് പറഞ്ഞത്. അപ്പം ലിസാനുൽ ദാക്കിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്ന ഒരു 3-4 മിനിറ്റ്, ഹജ്ജ് ചെയ്യണ കുറച്ച് നേരം, നോമ്പ് നോൽക്കുന്ന കുറച്ച് സമയം, അവിടെയല്ല അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവേണ്ടത്. അവിടെ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ ശേഷം അതിലേറെ ആ ഓർമ്മ നമ്മുടെ ഉള്ളിൽ സിരകളിൽ ഒഴുകുന്ന രക്തം പോലെ നമ്മുടെ ഉള്ളിൽ ഒഴുകട്ടെ. മൂന്നാമതായി റസൂൽ പറഞ്ഞതാണ് എൻ്റെ വിഷയം. മൂന്നാമതായി റസൂൽ പറഞ്ഞു, സൗജത്തുൻ തുഈനുഹു അലാ ദീനിഹി. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം സൗജത്തുൻ,
ഒരു ഇണയാണ്. എങ്ങനെയുള്ള ഇണയാണ്? തുഈനുഹു അലാ ദീനിഹി, അവൻ്റെ മതപരമായ വിഷയങ്ങളിൽ അവനൊരു താങ്ങും തണലുമായി തീരുന്ന, അവനൊരു ഒത്താശക്കാരിയായി തീരുന്ന ഒരു ഇണയെ ലഭിക്കുക എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് റസൂൽ പറയുന്നു. എന്താണ് മതപരമായ വിഷയത്തിൽ സഹായിയാകുന്ന ഭാര്യ എന്ന് പറഞ്ഞാൽ? ഒരു ഭാര്യ മതപരമായ വിഷയത്തിൽ മാത്രമല്ലല്ലോ സഹായിയാവേണ്ടത്, എല്ലാ വിഷയത്തിലും സഹായിയാവണം. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത്, വസ്ത്രം അലക്കി കൊടുക്കേണ്ടത്, വസ്ത്രം തേച്ചു കൊടുക്കേണ്ടത്, ചെയ്യാവുന്ന പണികളെല്ലാം സംതൃപ്തിയോടുകൂടി ചെയ്തു കൊടുക്കേണ്ട ആളാണ് ഭാര്യ. പക്ഷേ മതപരമായ ബാധ്യതകൾ നിർവഹിക്കുന്ന കാര്യങ്ങളിൽ സഹായിയായിത്തീരുന്ന ഭാര്യ എന്ന് റസൂൽ പ്രത്യേകമായി പറയാനുള്ള കാരണം എന്തായിരിക്കും? പ്രത്യേകമായി പറയാനുള്ള കാരണം അത് എല്ലാ ഭാര്യമാർക്കും കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. എല്ലാ ഭാര്യമാർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും, എല്ലാ ഭാര്യമാർക്കും വെള്ളം മുക്കി കൊടുക്കാൻ കഴിയും, എല്ലാ ഭാര്യമാർക്കും വസ്ത്രം അലക്കി കൊടുക്കാനും വസ്ത്രം തേച്ചു കൊടുക്കാനും കഴിയും. എന്നാൽ എല്ലാ ഭാര്യമാർക്കും അതുപോലെ തന്നെ കഴിയുന്ന ഒരു കാര്യമായിരിക്കില്ല അതേ ഭർത്താവിനെ രാവിലെ സുബഹിനെ വിളിച്ചു നിർത്തി പള്ളിയിലേക്ക് പറഞ്ഞേക്കാണ്. അതാണ് സൗജത്തുൻ തുഈനുഹു അലാ ദീനി. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എനിക്ക് ഇഷ്ടം തരുന്ന ഒരു ഇണയെ എനിക്ക് കിട്ടുക, അതാണ്. സൂറത്തുർ റൂമിലെ വചനം നമുക്കറിയാം, എല്ലാ നിക്കാഹ് കുത്തുബകളിലും നമ്മൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് ഞാനത് പരത്തി പറയുന്നില്ല. പക്ഷെ നമ്മൾ കാണാത്ത കുറേ ആശയങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പലപ്പോഴും ചർച്ചകളിൽ വരാത്ത ചില അംശങ്ങൾ ആ ആയത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ നിങ്ങൾ? ആ ആയത്ത് തുടങ്ങുന്നതന്നെ എങ്ങനെയാണ്? വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ടാണ്. വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മബദ്ദതൻ വറഹ്മ. ഇങ്ങനെയാണ് ആരംഭം. ആയത്തിൻ്റെ തുടക്കം വമിൻ ആയാത്തിഹി എന്നാണ്. വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവാണ് എന്നാണ്. അതാണ് പറഞ്ഞത്. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായി, ശക്തിയായി, സാന്നിധ്യമായി ഒരല്ലാഹു ഉണ്ട് എന്ന് തെളിയിക്കുന്ന അടയാളമാണ് എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ബാക്കി കാര്യങ്ങൾ പറയുന്നത്. അപ്പോ ഒരു പശുവിൻ്റെ കാൽപാദം മണ്ണിൽ പൂണ്ട് കിടക്കുന്നത് കണ്ടാൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. എന്താണ്? ഒരു പശു അതിൽ നടന്നു പോയിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ കാൽപാദം ഒരു മണലിൽ പൂണ്ട് കിടക്കുന്നത് കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം ഒരാളതിൽ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഒരാളതിൽ നടന്നു പോയിട്ടുണ്ട് എന്ന് നമുക്ക് തെളിയുന്നത്, നമുക്ക് മനസ്സിലാകുന്നത് അയാളുടെ കാൽപാദങ്ങൾ കണ്ടതുകൊണ്ടാണല്ലോ. ഇതാണ് വമിൻ ആയാത്തിഹി. അപ്പം അള്ളാഹു ഉണ്ട് എന്നതിനുള്ള ചില അടയാളങ്ങൾ ഈ ലോകത്ത് അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ അടയാളങ്ങളിൽ ഒരടയാളമാണ് ഇനി പറയുന്ന കാര്യം. അതെന്താണ്? അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തന്നു. ഇണ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഭാര്യ എന്നോ ഭർത്താവ് എന്നോ ഇതിനർത്ഥമില്ല. മലയാളത്തിൽ നമ്മൾ പറയാറുള്ളത് ഭാര്യ, ഭർത്താവ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നത് ആരാണോ അത് ഭർത്താവ്. ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാണോ ഭരിക്കപ്പെടുന്നത് അവർ ഭാര്യയുമാണ്. സൗജത്ത് എന്ന് പറഞ്ഞാൽ ഈ ആശയമില്ല. സൗജത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇണയാണ്. സബജ എന്ന വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം കടിച്ച് ചവച്ചരച്ചത് എന്നാണ്. ഇപ്പോൾ ഒരു ചുയിങ്കം, ആ ചുയിങ്കം നമ്മൾ വായിലേക്ക് ഇടുന്നതിന് മുമ്പ് അതിന് പല നിറങ്ങളുണ്ട്, പല രസങ്ങളുണ്ട്, അപ്പുറവും ഇപ്പുറവും ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ വായിലേക്ക് ഇടുന്നത്. അങ്ങനെ വായിലേക്കിട്ട് കുറേ നേരം ചവച്ച് 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 അവസാനം നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് പല നിറങ്ങളും പല രസങ്ങളും ഒന്നുമില്ല, അപ്പുറവും ഇപ്പുറവും ഒന്നുമില്ല, ആകെ കൂടിച്ചേർന്ന് ഒന്നായിട്ടുണ്ടാവും. ഈ കൂടിച്ചേർന്ന് ഒന്നാകുന്ന പ്രവർത്തനത്തിന് അറബിയിൽ പറയുന്ന പേരാണ് സിവാജ്. അതാണ് വിവാഹം എന്നതിന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥം വിടുവിക്കാനാവാത്ത വഹനം എന്നാണ്. വിടുവിക്കാനാവാത്ത വഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിച്ചു മാറ്റാൻ കഴിയാത്ത കെട്ട് എന്നാണ്. നിങ്ങളുടെ കത്തിക്ക് മൂർച്ചുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റാൻ കഴിയും. എത്രയോ ആളുകൾ വെട്ടിമാറ്റുന്നുണ്ടല്ലോ. പെരുകിക്കൊണ്ടിരിക്കുകയാണ് വിവാഹമോചനം. ഒരു സർവേ റിപ്പോർട്ടിൽ കാണുന്നത് വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷത്തിൻ്റെ ഉള്ളിലാണ് കേരളത്തിൽ ഏറ്റവും അധികം വിവാഹമോചനം നടക്കുന്നതെന്നാണ്. പക്ഷെ അഴിച്ചു മാറ്റാൻ കഴിയില്ല, അഴിച്ചു മാറ്റാൻ കഴിയില്ല. അതാണ് വിവാഹം. മീസാഖൻ ഗലീല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതാണ്. ബലിഷ്ഠമായ ഒരു കരാർ. ആ വിവാഹിതരാകുന്നതോടുകൂടി ഇനി ഞാനും നീയും ഇല്ല, നമ്മളേ ഉള്ളൂ, അല്ലേ? ഇനി ഞങ്ങളും നിങ്ങളും ഇല്ല, നമ്മളേ ഉള്ളൂ.
എൻ്റെ വീട് നിന്റെ വീട് ഇല്ല, നമ്മുടെ വീടുകളേ ഉള്ളൂ. എൻ്റെ ഉപ്പയും നിന്റെ ഉപ്പയും ഇല്ല, നമുക്ക് ഇനി 2 ഉപ്പമാരും 2 ഉമ്മമാരും. ഇതാണ് അസ്വാജ്. പിന്നെ ഖുർആൻ പറയുന്നത് എന്താണെന്ന് അറിയോ? ഏറ്റവും സുപ്രധാനമായ ഒരു ആശയമാണ് ലിതസ്കുനു ഇലൈഹ. ലിതസ്കുനു ഇലൈഹ. എന്തിനാണ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ, ഒരു പ്രായത്തിൽ ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് കടന്നു വരുന്നത്? അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത്, ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷന്റെ തലോടലും താങ്ങും എന്തിനാണ്? അതാണ് ഖുർആൻ പറയുന്നത് ലിതസ്കുനു ഇലൈഹ. ഇലൈഹ എന്ന് പറഞ്ഞാൽ ആ പെണ്ണിൽ നിന്ന് എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. പെണ്ണ് അല്ല ഹാ, പിന്നെയോ ആ അസ്വാജ് ആണ്. സ്ത്രീക്ക് പുരുഷനിൽ നിന്നും കിട്ടണം, പുരുഷന് സ്ത്രീയിൽ നിന്നും കിട്ടണം. എന്ത്? സമാധാനം. ലിതസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടാത്ത സമാധാനവും സുഖവും നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടാൻ പാടില്ല. അപ്പൊ വീടിന്റെ പുറത്തിറങ്ങിയാലാണ് നിങ്ങൾക്ക് സമാധാനമെങ്കിൽ നിങ്ങളുടെ വീട് സമാധാനത്തിന്റെ കേന്ദ്രം അല്ല, അതൊരു ഉണങ്ങിയ കെട്ടിടമാണ്. വെയിൽ കൊള്ളാതെ കിടന്നുറങ്ങാനും പൈസ കൊടുക്കാതെ ഭക്ഷണം കഴിക്കാനുമുള്ള ഒരു സ്ഥലം, അത്രയായി പോവത്. എന്നാൽ വീട് എന്ന് പറഞ്ഞാൽ ഓർക്കുമ്പോൾ പോലും ഒരു സമാധാനത്തിന്റെ സങ്കേതമായി തീരുന്നത് ആ വീട്ടിന്റെ ഉള്ളിലുള്ളവർ അങ്ങനെയായി തീരുമ്പോഴാണ്. നിങ്ങൾ നോക്കൂ, അവിടെ ഒരു വീടുണ്ട്. ആ വീടിന് പേര് എന്താണ്? മസ്കൻ എന്നാണ് അറബിയിൽ. ഇതൊരു കെട്ടിടമാണ്. ഈ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നതും കല്ല് കൊണ്ടും മണ്ണ് കൊണ്ടും മരം കൊണ്ടും സിമെന്റ് കൊണ്ടുമാണ്. വീടുണ്ടാക്കിയിരിക്കുന്നതും ഇതേ സാധനങ്ങൾ കൊണ്ടാണ്. പക്ഷേ ഈ കെട്ടിടത്തിന് പറയാത്ത ഒരു പേര് വീടിന് പറയും. എല്ലാം ഉണ്ടാക്കിയെടുക്കണം അതേ സാധനം കൊണ്ടാണ്. ചിലപ്പോൾ ഒരേ ഷേൽക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. വീടും കെട്ടിടവും തമ്മിൽ തിരിച്ചറിയില്ല. പക്ഷേ എന്നാലും ആ വീടിന് പേര് വേറെയാണ്. അതെന്താണ്? അതാണ് മസ്കൻ. അതാണ് മസ്കൻ. മസ്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം. മസ്കൻ എന്ന് പറഞ്ഞാൽ സുക്കൂന് കിട്ടുന്ന സ്ഥലം, സമാധാനം കിട്ടുന്ന സ്ഥലം. അപ്പൊ സ്നേഹത്തിൻ്റെയും അലിവിൻ്റെയും ആർദ്രതയുടെയും കൃപയുടെയും കാരുണ്യത്തിൻ്റെയും തിളച്ചുമറിയുന്ന, ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോടുള്ള ഇഷ്ടം കാത്തുവെക്കുന്ന ഒരാൾ അവിടെയുണ്ട്. എത്ര നമ്മൾ അയാളുടെ അടുത്തിരുന്നാലും അയാൾക്ക് പൂതി തീരൂല. എത്ര നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നാലും അയാൾക്ക് പൂതി തീരൂല. അയാൾ നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മളവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മളോട് സംസാരിക്കുന്നത് അയാൾ ഇഷ്ടപ്പെടുന്നു. അതാണ് ഇണ. അതാണ് ഇണ. അതാണ് ഖുർആൻ ബാക്കി പറയുന്നത്, വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. ഈ 2 ആളുകൾക്കിടയിൽ അല്ലാഹ് 2 കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. എന്താണ്? ഒന്ന് മവദ്ദത്താണ്, മറ്റൊന്ന് റഹ്മത്താണ്. എന്താണ് മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ? അറബി ഭാഷയിൽ പറയാവുന്ന ഇഷ്ടത്തിന്, സ്നേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ല പദമാണ് മവദ്ദത്ത്. കുറേ പദങ്ങളുണ്ട്, ഏറ്റവും നല്ല പദങ്ങളിൽ ഒരു പദമാണ് മവദ്ദത്ത്. അപ്പൊ സ്നേഹമാണ് ഈ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഇടയിൽ അല്ലാഹു ഉണ്ടാക്കിയത്. ഈ കല്യാണം ഉണ്ടാക്കിയ ബ്രോക്കർ ഉണ്ടാക്കി കൊടുത്തതല്ല. ഈ കല്യാണത്തിന് അനുമതി കൊടുത്ത വാപ്പയും ഉമ്മയും കൊടുത്തതല്ല. അതിന് സാക്ഷികളായ ഞാനോ നിങ്ങളോ നിക്ഷേപിച്ചതല്ല. അത് അവിടുന്ന് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. അതാണ് വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. ആദ്യമാണ് മവദ്ദത്ത് പറഞ്ഞത്, സ്നേഹം, പ്രണയം. രണ്ടാമതാണ് റഹ്മത്ത് പറഞ്ഞത്, കാരുണ്യം. ഇങ്ങനെയാണ് അനുഭവവും, അല്ലേ? വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ എന്താണ്? സ്നേഹമാണ്. കണ്ടാലും കണ്ടാലും തീരുന്നില്ല, സംസാരിച്ചിട്ട് കൊതി തീരുന്നില്ല, അത് പ്രണയമാണ്. പിന്നെന്താണ്? പിന്നെ കാരുണ്യം എന്നാ ഖുർആൻ പറഞ്ഞത്. കുറച്ചുകൂടി കാലം കഴിയും തോറും ഇഷ്ടം എന്നതിലേറെ കാരുണ്യമായി മാറുന്നു. അവൾക്കൊരു ക്ഷീണമുണ്ടാകുന്നത്, അവളൊന്ന് തളരുന്നത്, അവളൊന്ന് വിയർക്കുന്നത്, അവൾക്കൊരു പ്രയാസമുണ്ടാകുന്നത് ഇവന് സഹിക്കുന്നില്ല. ഇവനൊരു ചെറിയ പ്രയാസമോ ദുഃഖമോ സങ്കടമോ ഉണ്ടാകുന്നത് അവൾക്കും സഹിക്കുന്നില്ല. ഇത് സ്നേഹമാണോ കാരുണ്യമാണോ? ഇത് കാരുണ്യമാണ്. ഖുർആൻ പറഞ്ഞതും അങ്ങനെയാണ്. ആദ്യം സ്നേഹം പറഞ്ഞു, പിന്നെ കാരുണ്യം പറഞ്ഞു. അപ്പൊ ഈ സ്നേഹവും കാരുണ്യവും പരസ്പരം നുകർന്നും പകർന്നും ജീവിക്കാൻ കഴിയുക എന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അതെന്താണ്? വാപ്പയും ഉമ്മയും കുട്ടികളുമെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വാപ്പയും ഉമ്മയും ഒരു കാര്യം ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്?
വാപ്പയും ഉമ്മയും അവരുടെ വായിലേക്ക് പരസ്പരം ഭക്ഷണം കൈമാറണം. അതാര് കാണണം? മക്കൾ കാണണം. റൂമിൽ പോയിട്ട് ചെയ്താൽ പോരാ. മക്കൾ കണ്ടു നിൽക്കെ വാപ്പയും ഉമ്മയും വായിലേക്ക് ഭക്ഷണം കൈമാറണം. കൈ കൊടുത്താലും പോരാ. ഇതാര് കാണണം? മക്കൾ കാണണം. എന്തിനാണ് റസൂൽ ഇത് പറഞ്ഞിട്ടുണ്ടാവുക? റസൂൽ വെറുതെ പറയില്ലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ എന്തിനാ അത് പറഞ്ഞതെന്ന് അറിയുക? റസൂൽ അത് പറഞ്ഞത് കൊണ്ടൊരു ആശയം ഉണ്ടാവും. അതെന്താണ്? നമ്മളിപ്പോൾ ഈ മൈക്ക് കാണിച്ചു കൊടുത്തിട്ട് കുട്ടിയോട് പറയാണ്, മോളെ ഇത് മൈക്കാണ്. അല്ലെങ്കിൽ പെണ്ണ് കാണിച്ചു കൊടുത്തിട്ട് മോളോട് പറയാ, മോളെ ഇതൊരു പെണ്ണാകുന്നു. ഇതുപോലെ ലോകത്തെ ഏതെങ്കിലും ഒരു സാധനം കാണിച്ചു കൊടുത്തിട്ട് മോളെ ഇത് സ്നേഹമാകുന്നു എന്ന് കാണിച്ചു കൊടുക്കാനൊരു സാധനമില്ലല്ലോ. പിന്നെ സ്നേഹം എവിടുന്നാ കിട്ടുക? സ്നേഹം എവിടുന്നാണ് മക്കൾ പഠിക്കുക? സ്നേഹം പഠിക്കുന്നത് സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നാണ്. സ്നേഹം എന്താണ് എന്ന് കാണുന്നത് സ്നേഹിക്കുന്നവരുടെ പ്രവൃത്തികളിൽ നിന്നാണ്. സ്നേഹിക്കുന്നവർ പറയുന്ന വാക്കുകളിൽ നിന്നാണ്. ഇതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നമുക്കറിയാലോ. ഫാത്തിമ ആരായിരുന്നു? റസൂലിൻ്റെ ഹൃദയത്തിൻ്റെ കഷ്ണമായിരുന്നു. റസൂലിന് ഫാത്തിമയെക്കുറിച്ച് പറഞ്ഞാലും തീരില്ല. ഫാത്തിമ നടന്നു വരുന്നത് കണ്ടാൽ റസൂൽ ഓടിച്ചെന്ന് ഫാത്തിമയെ കെട്ടിപ്പുണർന്ന് ഉമ്മ കൊടുക്കും. ആരൊക്കെ അവിടെ ഉണ്ടെങ്കിലും റസൂൽ അത് വിഷയാക്കൂല. പക്ഷെ ഫാത്തിമ ലജ്ജ കാണിച്ചുകൊണ്ട് ഓടിപ്പോകുമെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. റസൂലിന് ഫാത്തിമ മലർത്തിപ്പിടിക്കുന്ന ഒരു കൊച്ചുകുഞ്ഞാണ്. ഫാത്തിമ ഉമ്മയായപ്പോഴും ഒരു ഭാര്യയായപ്പോഴും ഒരു മുതിർന്ന പെണ്ണായപ്പോഴും റസൂലിന് ഫാത്തിമ ഒരു കൊച്ചുകുഞ്ഞായിരുന്നു. ആ സ്നേഹവും ആ വാത്സല്യവും ആ ഇഷ്ടവും റസൂൽ എപ്പോഴും സൂക്ഷിച്ചിരുന്നു. ആ റസൂൽ ഫാത്തിമയെ കെട്ടിച്ചു കൊടുത്തത് ആർക്കാ? നമുക്കറിയാം, അലിക്കാണ്. അലി എന്ന് പറഞ്ഞാൽ പരമദരിദ്രനാണ്. സാമ്പത്തികമായി വളരെ പ്രയാസമുള്ള ആളാണ്. ഒരിക്കൽ ഫാത്തിമയ്ക്കൊരാഗ്രഹം. എന്താണ് ആഗ്രഹം? ഫാത്തിമ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കുറച്ച് മധുരമുള്ള ഈത്തപ്പഴം കഴിക്കണം എന്നാണ് ആഗ്രഹം. അറേബ്യയിൽ അതൊരു വലിയ ആഗ്രഹമല്ല, പക്ഷേ പൈസ വേണം. അലിയോട് പറഞ്ഞില്ല. വല്ലയിടത്തൊന്നും കിട്ടുമോ എന്ന് കുറേ പ്രതീക്ഷിച്ചു, പക്ഷെ എവിടുന്നും കിട്ടുന്നില്ല. ആഗ്രഹം നല്ലോണം ഉണ്ട്. അലിയോട് പറഞ്ഞില്ല, കാരണം അലിയുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല എന്ന് ഫാത്തിമക്കറിയാം. അങ്ങനെ ഒരു ദിവസം അലി വീട്ടിലേക്ക് കടന്നു വരുന്നു. നട്ടുച്ച നേരമാണ്, വെയിൽ കൊണ്ട് ചുട്ടുപൊള്ളുന്ന സമയമാണ്. അലി വീട്ടിലേക്ക് കയറി വന്ന് സലാം പറഞ്ഞ് അലിക്ക് ഫാത്തിമ ഭക്ഷണം വിളമ്പി വച്ചിരിക്കുന്നു. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഫാത്തിമ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഫാത്തിമ പറഞ്ഞു, കുറച്ച് ഈത്തപ്പഴം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിട്ട് കുറേ ദിവസമായി എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഈത്തപ്പഴം വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈത്തപ്പഴം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിട്ട് കുറച്ച് ദിവസമായി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് കേട്ടപ്പോഴേക്ക് അലി പറഞ്ഞെന്താണെന്നറിയോ? അലി പറഞ്ഞു, ഫാത്തിമ ഈ ഭക്ഷണം അടച്ചു വെക്കുക. ഭക്ഷണം അടച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു. ഭക്ഷണം അടച്ചു വെച്ച് കൈ കഴുകി അലി ഇറങ്ങി. എങ്ങോട്ടാണ് അലി പോണത്? അലി പോകുന്നത് ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈത്തപ്പഴത്തിൻ്റെ ചന്തയിലേക്ക് ചെന്നപ്പോൾ പലതരത്തിലുള്ള ഈത്തപ്പഴമുണ്ട്. അതിലേറ്റവും മുന്തിയ ഈത്തപ്പഴം, കിട്ടാവുന്നതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഈത്തപ്പഴം തന്നെ ഫാത്തിമക്ക് വാങ്ങാൻ വേണ്ടി അലി തീരുമാനിച്ചു. അപ്പോഴാണ് പൈസ തപ്പുന്നത്. പണമായിട്ട് എവിടെ ഒന്നുമില്ല, ഒന്നും എടുത്തിട്ടില്ല, ഒന്നുമില്ല. അപ്പോഴാണ് ഈ വസ്ത്രം കെട്ടിവെച്ച ഒരു അരപ്പട്ടയുണ്ട് അലിക്ക്, ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് അരപ്പട്ട. ഈ അരപ്പട്ട അഴിച്ചിട്ട് അയാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനു പകരമുള്ള ഈത്തപ്പഴം തന്നോളൂ എന്ന് പറഞ്ഞു. അയാൾ അതിനു പകരമുള്ള ഈത്തപ്പഴം ഒരു കിഴിയിലാക്കിയിട്ട് കെട്ടിയിട്ട് അലിയുടെ കയ്യിൽ കൊടുത്തു. അലി സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി പ്രിയതമയുടെ അരികിലേക്ക് ഓടി വരികയാണ്. അങ്ങനെ ഓടി വരുന്നതിനിടയിലാണ് ഒരാൾ അലിയെ വിളിക്കുന്നു. അലി, അലി എന്നൊരു വിളി. അയാൾ നോക്കിയ സമയത്തുണ്ട് ചുണ്ടുകൾ ഉണങ്ങി, കവിള് ഒട്ടി, ശരീരം തളർന്ന്, കണ്ണുകൾ വാടി, പാവം ഒരു വൃദ്ധനായ മനുഷ്യൻ. അയാൾ അലിയോട് പറഞ്ഞു, അലി 5 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, വെറും വെള്ളം കുടിച്ചുകൊണ്ടാണ് അലി ജീവിക്കുന്നത്. അലിയുടെ കയ്യിൽ വല്ലതുമുണ്ടോ? പണമായിട്ടോ ഭക്ഷണമായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണെങ്കിലും ഞാൻ അങ്ങോട്ട് വരാം അലിയെ, വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അലിയുടെ മനസ്സ് പടഞ്ഞുപോയി. അലി വേറൊന്നും ആലോചിച്ചില്ല, അലിയുടെ കയ്യിലുള്ള ഈത്തപ്പഴം കൊടുത്തു. അലിയുടെ കയ്യിലുള്ള ഈത്തപ്പഴം അയാൾ കൊടുത്തപ്പോൾ അയാൾ ആർത്തിയുടെ ആനന്ദത്തോടു കൂടി അത് മുഴുവനും കഴിച്ചു. അയാളത് മുഴുവനും കഴിക്കുന്നത് അലി കണ്ടിരുന്നു. അലിയും സന്തോഷിച്ചു. അതെല്ലാം കഴിഞ്ഞ് അയാൾ കുടഞ്ഞിട്ട്
സഞ്ചി അലിയുടെ കയ്യിൽ കൊടുത്തു. ആ സഞ്ചി കയ്യിൽ കിട്ടിയപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു കാര്യം ആലോചിക്കുന്നത്. ഒരു ധൈര്യത്തിന് ഇങ്ങനെ ചെയ്തു, ആ പെട്ടെന്നുള്ള ആവേശം കൊണ്ട് അങ്ങനെ ചെയ്തു പോയി. പക്ഷെ ഫാത്തിമ പറഞ്ഞിട്ട് വാങ്ങിയതാണല്ലോ പഠിച്ചോനേത്. അപ്പോഴാണ് അലിയുടെ മനസ്സിൽ ആ ചിന്ത ഓടിയത്. അലിക്ക് സങ്കടമായി. നമ്മുടെ കാലത്താണ് എനിക്ക് തോന്നുന്നത് പേടിയായിരിക്കും ഉണ്ടാവുക. ഞാൻ സാധനത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക എന്നുള്ള പേടിയാണോ ഉണ്ടാവുക എന്നുള്ളത് സംശയകരമാണ്. അലി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്ന എന്താണ്? സങ്കടമാണ്. ഫാത്തിമ ഒരു ആവശ്യം പറഞ്ഞിട്ട് എത്രയോ കാലങ്ങളായി എന്നോട് അവളൊന്നും പറയാറില്ല. ഇത്ര കാലമായിട്ടൊരാവശ്യം പറഞ്ഞിട്ട് അത് ഞാൻ വാങ്ങിയിട്ട് അത് കൊണ്ടുകൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം അലിയുടെ മനസ്സിലുണ്ടായി. അലി ആ കിഴി ഇങ്ങനെ കുടഞ്ഞിട്ട് വരുന്നുണ്ട്. ഫാത്തിമ ദൂരെ നിന്ന് തന്നെ അലിയെ കണ്ടു. കയ്യിൽ ഈത്തപ്പഴമൊന്നുമില്ല. അപ്പോൾ ഫാത്തിമക്ക് മനസ്സിലായി ഒന്നുകിൽ ഈത്തപ്പഴം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഈത്തപ്പഴം വാങ്ങാൻ പൈസ ഇല്ല. ഒന്നും പറഞ്ഞില്ല. അലി സലാം പറഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു. ഫാത്തിമ ഭക്ഷണം തുറന്നു വെച്ചു കൊടുത്തു. അലി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അലി ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, നീ പറഞ്ഞതുപോലെ ഞാൻ ഈത്തപ്പഴം വാങ്ങിയിരുന്നു. കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഈത്തപ്പഴം തന്നെ വാങ്ങിയിരുന്നു ഫാത്തിമ. അങ്ങനെ വരുന്നതിനിടയിലാണ് ആ വൃദ്ധനായ മനുഷ്യനെ കണ്ടത്. 5 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് അയാൾ പറഞ്ഞപ്പോൾ, നമുക്കിവിടെ കഴിക്കാൻ ഭക്ഷണമെങ്കിലും ഉണ്ടല്ലോ ഫാത്തിമ, അതുപോലുമില്ലാത്ത ആ സാധുവിനെ കണ്ടപ്പോൾ ഞാൻ അയാൾക്ക് കൊടുത്തുപോയി എന്നൊക്കെ ആ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഫാത്തിമ ഒന്നും മിണ്ടുന്നില്ല. ഫാത്തിമക്കൊരു മിണ്ടാട്ടമില്ല. അലി മനസ്സില്ലാ മനസ്സോടെ കൂടി ആ ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം കഴിച്ച് കൈ കഴുകിയിട്ട് അലി പോയി കിടന്നുറങ്ങി. അങ്ങനെ കിടന്നുറങ്ങിയ സമയത്ത് ഫാത്തിമ അലിയുടെ സമീപത്ത് പോയി കിടന്നു. അലിയുടെ സമീപത്ത് പോയിട്ട് ഫാത്തിമ കിടന്നു. രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് അലി ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ, ഞാൻ അങ്ങനെ ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ എന്ന്. അപ്പോൾ ഫാത്തിമ അലിയോട് പറയുന്ന ഒരു മറുപടിയുണ്ട്. ഫാത്തിമ പറഞ്ഞു, ഈത്തപ്പഴം കഴിച്ചാൽ മധുരമാണല്ലോ ഉണ്ടാവുക, കുറച്ച് മധുരത്തിനാണല്ലോ ഈത്തപ്പഴം കഴിക്കുന്നത്. പക്ഷേ ഈത്തപ്പഴം കഴിച്ചതിലേറെ മധുരവും ഈത്തപ്പഴം കഴിച്ചതിലേറെ സുഖവും ഈ വാർത്ത കേട്ടപ്പോൾ ഫാത്തിമ അനുഭവിക്കുന്നുണ്ട് എന്നവർ. ആ സാധുവായ മനുഷ്യൻ്റെ, തൊണ്ട നീറുന്ന ഒരു മനുഷ്യൻ്റെ, എല്ലാം ഒട്ടി ഉണങ്ങിയ ഒരു പാവം മനുഷ്യൻ്റെ വയറൊന്ന് നിറക്കാൻ വേണ്ടി അയാളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങളത് സമ്മാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ വാർത്തയാണ് ഫാത്തിമക്ക് നിങ്ങൾ ഈത്തപ്പഴം കൊണ്ടുവന്ന് തന്നതിലേറെ സന്തോഷവും ആനന്ദവും ഉള്ളത് എന്ന് പറയുന്ന റസൂലിന്റെ പ്രിയമകൾ ഫാത്തിമയാണ്. സൗജത്തുൻ തുഈനുഹു അലാ ദീനിഹി. ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഭാര്യയോട് ചെന്നിട്ട് പറയുകയാണ്, ഞാൻ പോവാണ്, എങ്ങനെയെങ്കിലും ഭക്ഷണമില്ലാതെ, അതിന് പൈസ ഇല്ലാതെ ഞാൻ അങ്ങോട്ട് വരില്ല. അതൊരാളെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ വരെ പണം സമ്പാദിച്ചുകൊണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരികയുള്ളൂ എന്ന് അയാൾ ഭാര്യയോട് പറഞ്ഞു. അപ്പം ഭാര്യ പറയുന്നൊരു മറുപടി ഉണ്ട്. ഒരു 10, 16, 17 വയസ്സ് മാത്രമുള്ളൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഭർത്താവിനോട് പറയുന്നൊരു മറുപടി ഉണ്ട്. എന്താ പറഞ്ഞത് നിങ്ങൾ? ഇയ്യാക വൽ കസ്ബിൽ ഹറാം, ഇയ്യാക വൽ കസ്ബിൽ ഹറാം, ഹറാമായ ഒരു നയാ പൈസ പോലും നിങ്ങൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. ഇന്നമാ നസ്ബിറു അലൽ ജൂ, വിശപ്പ് എത്ര വേണമെങ്കിലും ഞാൻ സഹിക്കാം. നിങ്ങളുടെ കൂടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും പട്ടിണിയും സങ്കടവും സഹിച്ചുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും ജീവിക്കുവാൻ ഞാൻ ഒരുക്കമാണ്. പൈസ ഇല്ലാതെയായല്ലോ എന്നതുകൊണ്ട് നിങ്ങളെ വിട്ടെറിഞ്ഞു പോകുന്നവളല്ല ഈ ഭാര്യ. നിങ്ങൾ ദരിദ്രനായി പോയല്ലോ എന്നതുകൊണ്ട് കൂടുതൽ സമ്പന്നനായ ഒരാളെ ആഗ്രഹിക്കുന്നവനല്ല നിങ്ങളുടെ ഭാര്യ. എത്ര വേണമെങ്കിലും വിശപ്പ് സഹിക്കുവാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ വഇന്നമാ ലൻ നസ്ബിറ അലന്നാർ, വഇന്നമാ ലൻ നസ്ബിറ അലന്നാർ, നരകത്തിലേക്ക് പോകുന്ന ഒരു വഴിയിലേക്ക് നിങ്ങൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ആ വഴിയിലേക്ക് വരാൻ ഞാൻ ഒരുക്കമല്ല.
നരകത്തിലേക്ക് പോകുന്ന വഴികളിലേക്ക് നിങ്ങൾ എന്നെ ക്ഷണിച്ചാൽ അതെന്റെ എത്ര പ്രിയപ്പെട്ട ഭർത്താവ് ആണ് എങ്കിലും ഞാൻ ആ വഴിയിലേക്ക് വരികയില്ല എന്ന് പറയുന്ന 10-17 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. ഇതാണ് സൗജത്തുൻ തുഈനുഹു അലാ ദീനിഹി. എൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിയുണ്ട്. നല്ല ദീനീ നിഷ്ഠയുള്ള, നല്ല സ്വഭാവ മഹിമയുള്ള, നന്നായി പഠിക്കുന്ന ഒരു സാധുവായ കുട്ടി. വാപ്പ മരിച്ച് ഉമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരെ നന്നായി പഠിക്കും. ഇവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം പഠിച്ചിട്ടൊരു ജോലി നേടിയിട്ട് ഉമ്മാനെ സഹായിക്കണം എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇവർക്ക് ഒരുപാട് കല്യാണാലോചനകൾ വന്നു. ഇവരതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഒരു കല്യാണാലോചന എല്ലാവരും അവളെ നിർബന്ധിച്ചു. നല്ല ഒരു ആലോചന ആയതുകൊണ്ട്, നല്ല കുടുംബമായതുകൊണ്ട് എല്ലാവരും നിർബന്ധിച്ചു. ഉമ്മയും നിർബന്ധിച്ചു. ഉമ്മ കൂടി നിർബന്ധിച്ചപ്പോൾ അവൾ അതിന് സമ്മതിച്ചു. ഞങ്ങളോടൊക്കെ അവൾ പറഞ്ഞത് എനിക്കൊട്ടും ഇഷ്ടമില്ലാതെയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നത് എന്നാണ്. അങ്ങനെ അവളുടെ കല്യാണം കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോയി. കുറേ ദൂരസ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. ഒട്ടും ഇഷ്ടമില്ലാതെ കല്യാണത്തിന് സമ്മതിച്ചു പോയ അവള് കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവളുടെ ക്ലാസ്സിലേക്ക് ഒരു കത്തെഴുതി. ആ കത്തിൽ അവൾ പറയണത് എന്താണെന്നറിയോ? അവൾ പറഞ്ഞു, എനിക്കൊട്ടും ഇഷ്ടമില്ലാതെയാണല്ലോ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷേ ഞാനെങ്ങാനും ഈ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമാകുമായിരുന്നു. റിയാസ് എന്നാണ് അവൻ്റെ പേര്. ഇപ്പം റിയാസ്കയെ എനിക്ക് കിട്ടിയെന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അത്രയേറെ എന്നെ ഇഷ്ടപ്പെടുന്നു, എന്നെ കെയർ ചെയ്യുന്നു, എനിക്ക് സ്നേഹം തരുന്നു. ഇങ്ങനെയുള്ള ഒരു ഭർത്താവിനെ കിട്ടിയെന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു മഹാസൗഭാഗ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇയാൾ ഗൾഫിലേക്ക് തിരിച്ചുപോയി. ഗൾഫിലേക്ക് ഇവൻ തിരിച്ചു പോകുന്ന സമയത്ത് ഇവൾ ഗർഭിണിയാണ്. അങ്ങനെ ഗർഭിണിയായ ഇവൾ ഒറ്റയ്ക്ക് കഴിയുന്നു. 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഇവൻ ഒരു അപകടത്തിൽപ്പെട്ടിട്ട് മരിച്ചുപോയി. ഭർത്താവ് മരിച്ച ഇവളെ കാണാൻ വേണ്ടി ക്ലാസ്സിലുള്ള എല്ലാവരും ചെല്ലുകയാണ്. ആ സമയത്ത് ഇവളെ കരുതുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്നവളെ കാണുമെന്നാണ്. പക്ഷെ അവൾ കരയുന്നില്ല. അവളുടെ കണ്ണ് നിറഞ്ഞിട്ടില്ല. അവളുടെ കൂട്ടുകാരികളോട് പറയുന്നത് എന്താണെന്നറിയോ? അവൾ പറഞ്ഞു, ഞാൻ എന്നെക്കൊണ്ട് ഒരാൾ എത്ര ഇഷ്ടപ്പെടാൻ കഴിയുമോ അത്രയും ഞാൻ എൻ്റെ ഭർത്താവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലേറെ കഴിയില്ലല്ലോ. ഒരാളെ എത്ര സ്നേഹിക്കാൻ കഴിയുമോ അത്രയും ഞാൻ എൻ്റെ ഭർത്താവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചതിലേറെ അദ്ദേഹത്തെ സ്നേഹിച്ച ഒരാളുണ്ട്. അയാളുടെ അടുത്തേക്കാണ് എൻ്റെ ഭർത്താവ് പോയിട്ടുള്ളത്. ഇതാണ് പറയുന്നത്. അവൾ അന്ന് കരഞ്ഞിട്ടില്ല. ആരും കണ്ടു നിൽക്കെ അവൾ കരഞ്ഞിട്ടില്ല. പക്ഷെ അവൾ കരഞ്ഞ ഒരു ദിവസമുണ്ട്. നിയന്ത്രണങ്ങളെല്ലാം വിട്ട് കണ്ണിൻ്റെ തടങ്ങൾ തുറന്നുപോയ ഒരു ദിവസമുണ്ട്. ആ ദിവസം എന്നായിരിക്കും? അവൾ ആ കുട്ടിക്ക് ജന്മം കൊടുത്ത ദിവസമാണ്. ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ കാണുവാൻ അവളുടെ ഉപ്പ ഈ ലോകത്തില്ലല്ലോ എന്ന സങ്കടം കൊണ്ട് ആ ഉമ്മ കരഞ്ഞുപോയി. ആ പ്രിയങ്കരനായ ഉപ്പയ്ക്ക് ഈ പിഞ്ചുമകളെ കാണുവാനുള്ള ഭാഗ്യം ഈ ലോകത്ത് വെച്ചില്ലല്ലോ എന്ന സങ്കടം കൊണ്ട് ആ ഉമ്മ കരഞ്ഞുപോയി. അവൾ ആ കുട്ടിക്കൊരു പേരിട്ടു. എന്താണ് പേര്? കെൻസ റിയാസ് എന്നാണ് പേര്. കെൻസ എന്ന് പറഞ്ഞാൽ നിധി എന്നാണ്. റിയാസിൻ്റെ നിധി, റിയാസ് തന്ന നിധി. ആ റിയാസിൻ്റെ നിധിയോടൊപ്പം അവൾ സന്തോഷപൂർവ്വം ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവൾക്കൊരു അസുഖം വന്നത്. ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ബ്ലഡ് ക്യാൻസർ പിടിച്ച് കിടക്കുന്ന അവളെ കാണാൻ വേണ്ടി അവളെ ക്ലാസ്സിലുള്ള കുട്ടികൾ വീണ്ടും ചെല്ലുമ്പോൾ അവൾ പറയുന്നത് എന്താണ്? അവൾ പറയണത്, എൻ്റെ കുട്ടിയെ ഉമ്മയെ ഏൽപ്പിച്ചു പോകണമല്ലോ എന്ന സങ്കടം എനിക്കുണ്ട്. ഉമ്മയ്ക്ക് തന്നെ ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ട്. ആ കൂട്ടത്തിൽ കുട്ടിയെ കൂടി നോക്കേണ്ടി വരുമല്ലോ എന്ന പ്രയാസം എൻ്റെ മനസ്സിലുണ്ടെങ്കിലും എൻ്റെ മനസ്സിലുള്ള സന്തോഷം വേറെ ഒന്നുണ്ട്. അതെന്താണ്? ഞാൻ പോകുന്നത് എങ്ങോട്ടാണ് എന്ന സന്തോഷമാണ്. എൻ്റെ റിയാസ്ക ഏതൊരാളുടെ അടുത്തേക്കാണോ പോയിട്ടുള്ളത് അയാളുടെ അടുത്തേക്കാണല്ലോ ഞാൻ ഇത്രയും വേഗം പോകുന്നത് എന്ന സന്തോഷമാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. ഇതാണ് സൗജത്തുൻ തുഈനുഹു അലാ ദീനിഹി. തളർന്നു പോകുമോ എന്ന് വിചാരിക്കുന്ന സമയത്തും തളരുന്നില്ല. തകർന്നു പോകുമോ എന്ന് വിചാരിക്കുന്ന സമയത്തും തകരാതെ പിടിച്ചു നിൽക്കുവാനുള്ള കരുത്തും ശക്തിയും നൽകുന്ന ഈമാനിൻ്റെ ഒരു കയറുണ്ട്, ഒരു ശക്തിയുണ്ട്.
നമ്മൾ കഴിക്കുന്ന എല്ലാ ടോണിക്കുകളെക്കാളും, നമ്മൾ കഴിക്കുന്ന എല്ലാ ഔഷധങ്ങളെക്കാളും നമുക്ക് വീര്യവും ശക്തിയും നൽകുന്ന അള്ളാഹുവിൽ നിന്നുള്ള ഈമാനിന്റെ ഒരു ശക്തിയുണ്ട്. അതാണ് ഈ പെൺകുട്ടിയുടെ ശക്തി. കൂടെ പഠിച്ച വേറൊരു പെൺകുട്ടിയെ എനിക്ക് ഓർമ്മയുണ്ട്. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കോൾ വന്നു, ഫോൺ വന്നു അവളുടെ വീട്ടിൽ നിന്ന്. ഫോണ് പറയുന്നത് അവളുടെ ഉപ്പക്ക് തീരെ സുഖമില്ല എന്നാണ്. ഉപ്പക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞ് വിവരം കിട്ടിയിട്ടാണ് അവൾ പരീക്ഷ എഴുതുന്നത്. പക്ഷെ അന്ന് അവൾ പോയില്ല, പരീക്ഷയുടെ തിരക്ക് കൊണ്ട്. പിറ്റേ ദിവസവും പരീക്ഷയാണ്. അന്നും ഫോണ് വന്നു. ഫോണ് പറയണത് എന്തായാലും വരണം, ഉപ്പാക്ക് വളരെ സീരിയസ് ആയിട്ടുണ്ട്, നീ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ടാണ് ഫോണ്. അങ്ങനെ പരീക്ഷയെല്ലാം എഴുതി കഴിഞ്ഞിട്ട് അവളെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരു ജീപ്പിൽ. ആ സമയത്ത് അവളുടെ കയ്യിലൊരു ബാഗുണ്ട്. അപ്പം ആരോ ചോദിച്ചു, എന്തിനാണ് ഒരു ബാഗ്, വേഗം പോയി വരാനുള്ളതല്ലേ? അപ്പം അവൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. അവൾ പറഞ്ഞു, ഇതെൻ്റെ നിസ്കാരക്കുപ്പായമാണ്, എൻ്റെ ഒപ്പം മരിച്ചിട്ടുണ്ടാവും, അവരെന്നോട് പറയാത്തത് കൊണ്ടാണ്. ശരിയാണ്. അവളുടെ പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് വേണ്ടി അവളുടെ പ്രിയപ്പെട്ട നിസ്കാരക്കുപ്പായം കൊണ്ട് നിസ്കരിച്ച് പ്രാർത്ഥിച്ച് അവൾ തിരിച്ചു പോന്നു. ഇതാണ് ഈമാനിൻ്റെ ശക്തി. ഇതാണ് ജീവിതത്തിൽ പതറിപ്പോകുമോ എന്ന് വിചാരിക്കുന്ന സമയത്തും തളർന്നു പോകുമോ എന്ന് ആശങ്കപ്പെടുന്ന സമയത്തും തളർന്നു പോകാതെ, തകർന്നു പോകാതെ മനസ്സിൻ്റെ ഉള്ളിൽ ശക്തിയായി കർമ്മബലമായി തീരുന്ന ഒരു ഈമാനുണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും വഴിയായി നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങളാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. നമുക്ക് നമ്മുടെ വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പം നമ്മളാരും വീട്ടിലല്ല, വീടിന് പുറത്താണ്. വീട് എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷമാണ്. പക്ഷെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീട് ഒരു പക്ഷേ നമ്മുടെ വീടിനേക്കാളും നല്ല വീടായിരിക്കും. പക്ഷെ ആ വീട് നമുക്ക് അത്ര ഇഷ്ടമുള്ള വീടല്ല. കാരണം എന്താണ്? നമ്മുടെ വീട് നമുക്കിഷ്ടമുള്ള വീടാകാനുള്ള കാരണം നമുക്കിഷ്ടമുള്ളവർ അവിടെയാണ് എന്നുള്ളത് കൊണ്ടാണ്. നമുക്കിഷ്ടമുള്ളവരെവിടെയാണോ അവിടെയാണ് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലമായി മാറുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് ഉമ്മമാർ മുലപ്പാൽ കൊടുക്കാറുള്ളത് അങ്ങേയറ്റത്തെ മനസാന്നിധ്യത്തോടു കൂടിയാണല്ലോ, മനസ്സിൻ്റെ സന്തോഷത്തോടു കൂടിയാണ്. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇപ്പം ടി വി കണ്ടിരുന്നു കൊണ്ട് പാല് കൊടുക്കാൻ പാടില്ല എന്നാണ്. കാരണം എന്താണ്? ആ ടി വിയിൽ വന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ചിത്രങ്ങളും കാഴ്ചകളും ഈ ഉമ്മയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ മനസ്സ് ടെൻഷനുള്ള മനസ്സാകുകയാണെങ്കിൽ ആ ടെൻഷൻ്റെ വികാരം കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് മുലപ്പാലിലൂടെ. അപ്പോൾ സന്തോഷമാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. സന്തോഷത്തോടു കൂടിയാണ് കുട്ടിക്ക് പാല് പകർന്നു കൊടുക്കേണ്ടത്, ചൊരിഞ്ഞു കൊടുക്കേണ്ടത്. ശരി, ഉമ്മമാർ കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കുന്നത് അങ്ങേയറ്റത്തെ മനസാന്നിധ്യത്തോടു കൂടിയാണ്. അതേ മനസാന്നിധ്യത്തോടു കൂടി നമ്മൾ കൊടുക്കേണ്ട വേറെ ഒരു സംഗതി കൂടിയുണ്ട്. അതെന്താണെന്നറിയോ നിങ്ങൾ? മുലപ്പാല് പോലെ കൊടുക്കേണ്ടതാണ് മൂല്യബോധം. സ്നേഹിക്കുവാൻ പഠിപ്പിക്കുക. അധ്വാനിച്ച് നേടുന്ന 1 രൂപയ്ക്ക് അധ്വാനിക്കാതെ ആളുകളെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചുമൊക്കെ നേടുന്ന 1 കോടിയേക്കാൾ മൂല്യമുണ്ടെന്ന് നമ്മുടെ മക്കൾ പഠിക്കട്ടെ. അധ്വാനിച്ച് വിയർപ്പ് കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന 1 രൂപയാണെങ്കിൽ അത് മതി. ആ 1 രൂപയ്ക്ക് അല്ലാതെ നേടുന്ന 1 കോടിയേക്കാൾ മൂല്യമുണ്ട് എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അതാണ് മുലപ്പാൽ കൊടുക്കുന്നത് പോലെ മൂല്യബോധം ചൊരിയുക എന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ നാടിൻ്റെ അടുത്ത് ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് നിന്ന് എന്നും വണ്ടൂർ സ്കൂളിലേക്ക് വരുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി വരുന്നത് ഒരു ചെറിയ ബസ്സിലാണ്, മിനി ബസ്സിലാണ്. ആ മിനി ബസ് തിരക്ക് പിടിച്ച മിനി ബസ്സാണ്. ആ ബസ്സിൻ്റെ ഡ്രൈവറെ ഒന്നും അവൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അത്രയും തിരക്ക് പിടിച്ച ബസ്സിലാണ് അവൾ എല്ലാ ദിവസവും സ്കൂളിലേക്ക് വരുന്നത്. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അതിലേറെ ഒന്നും യാത്ര ഉണ്ടാവില്ല, അപ്പത്തിന് സ്കൂളിലെത്തും. ഇവളെ ഒരു ദിവസം കാണാനില്ല. പോലീസിൽ പരാതി കൊടുത്തില്ല, കാരണം മാനക്കേട് കൊണ്ട്. 1-ാമത്തെ ദിവസം കൊടുത്തില്ല, 2-ാമത്തെ ദിവസം കൊടുത്തില്ല, 3-ാമത്തെ ദിവസം പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരു ദിവസം ഈ വാപ്പയെ വിളിച്ചിട്ട് പോലീസ് പറഞ്ഞു, നിങ്ങളൊന്ന് വരണം. എന്തേ? ഒന്നുമില്ല, മക്കളെ കിട്ടണ്ടേ, മോളെ വേണ്ടേ? ആ മോളെ വേണം, എന്നാൽ ഞങ്ങളുടെ കൂടെ വരുമെന്ന്. എങ്ങോട്ടാ പോണതെന്നറിയോ?
കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞൊരു പട്ടണത്തിലേക്കാണ് പോകുന്നത്. ആ പട്ടണത്തിലുള്ള ഒരു ലോഡ്ജിൽ വെച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ പിതാവ് കാണുന്നത്. ആരാണ് കൂടെയുള്ളതെന്നറിയോ? കൂടെയുള്ളത് ഇവള് 10-15 മിനിറ്റ് മാത്രം എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന തിരക്ക് പിടിച്ച ബസ്സിലെ ഡ്രൈവറുടെ കൂടെയാണ് ഇവൾ തിരക്ക് പിടിച്ച് ഓടിപ്പോയിട്ടുള്ളത്. തിരക്ക് പിടിച്ച് ഇവൾ ഓടിപ്പോയിട്ടുള്ളത് എന്ന് പറയാനുള്ള കാരണം ഇവളുടെ നിക്കാഹിന്റെ പിറ്റേ ദിവസമാണ് പോയിട്ടുള്ളത്. ഇവളുടെ അമ്മായിയുടെ മകനോടൊത്തിട്ടായിരുന്നു ഇവളുടെ നിക്കാഹ്. ആ അമ്മായിയുടെ മകൻ കൊടുത്ത മഹിറുമാലയുമായിട്ടാണ് ഇവിടെ പോയിട്ടുള്ളത്. ഞാൻ ആ വീട്ടിലൊന്ന് പോയി. ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ ഉപ്പ കരയുകയാണ്. ഉപ്പ പറഞ്ഞു, എനിക്ക് 3 ആൺകുട്ടികൾ, ഒരു പെൺകുട്ടിയാണ്. എൻ്റെ പെൺകുട്ടി എന്തൊക്കെയാണോ എന്നോട് ആവശ്യപ്പെടുന്നത് അതെല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. ഓൾ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. അവസാനം ഇവൾ എന്നോടൊരു മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞു. ഞാൻ അതും വാങ്ങിക്കൊടുത്തു. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അവൾ റൂമിൻ്റെ വാതിലടച്ച് അങ്ങനെ ഫോൺ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഇവളുടെ കൂട്ടുകാരികൾക്ക് വിളിക്കാന്നാണ് എന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊന്നും ആലോചിക്കായിരുന്നില്ലേ? അവൾക്ക് ഫോൺ ചെയ്യാനൊരു മൊബൈൽ വാങ്ങിക്കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര കൂടി ആലോചിക്കായിരുന്നില്ലേ? എന്തിനാണ് അവൾക്കൊരു ഫോണ്? അവളുടെ കൂട്ടുകാരികളോട് സംസാരിക്കാനാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കൂട്ടുകാരികളുടെ കൂടെ അല്ലേ അവള്? പിന്നെ വീട്ടുകാരോട് സംസാരിക്കാനാണ് എങ്കിൽ വൈകുന്നേരം മുതൽ രാവിലെ വരെ ആ വീട്ടുകാരുടെ കൂടെയല്ലേ ഇവള്? പിന്നെന്തിനാണ് അവൾക്കൊരു മൊബൈൽ ഫോൺ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പോഴാണ് എനിക്കും കാര്യം മനസ്സിലായത് എന്ന്. 3 ആഴ്ചകൾക്ക് ശേഷം ചവച്ച് തുപ്പിയെറിഞ്ഞ് ആർക്കും വേണ്ടാത്ത വേസ്റ്റ് ആയി അവൾ തിരിച്ചു വന്നു. അവളെ ഇനി ആർക്കും വേണ്ട. അതുപോലെ തന്നെ ഒരു കുടുംബം, നല്ല ഇസ്ലാമികമായ ചിട്ടയും ക്രമവുമെല്ലാമുള്ള വാപ്പയും ഉമ്മയും, എല്ലാ നിലക്കും പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് പുറത്തുനിന്ന് തോന്നുന്നൊരു കുടുംബം. ആ കുടുംബത്തിൽ ഒരാൺകുട്ടി ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ആൺകുട്ടി ഗൾഫിൽ ജോലി ചെയ്യുന്നു, പെൺകുട്ടിയാണ് അവരുടെ കൂടെ ഉള്ളത്. പെൺകുട്ടിയെ ഇവർ പഠിക്കാൻ വേണ്ടി BEdന് പറഞ്ഞയക്കുന്നത് തൃശ്ശൂരിലേക്കാണ്. അങ്ങനെ തൃശ്ശൂരിലേക്ക് പഠിക്കാൻ പോയ പെൺകുട്ടി 1-ാമത്തെ മാസം കഴിഞ്ഞ് 2-ാമത്തെ മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസം മുതൽ ഈ പെൺകുട്ടിയെ കാണാനില്ല. അവളെ കാണാനില്ല. എത്തിക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം വിവരങ്ങൾ എത്തിച്ചു, അന്വേഷിക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചു. മാനക്കേട് കൊണ്ട് പുറത്തൊന്നും പറഞ്ഞില്ല. കുടുംബത്തിലുള്ളവരൊക്കെ തന്നെ അന്വേഷിക്കാൻ തുടങ്ങി. അവസാനം പോലീസിൽ പരാതി കൊടുത്തു. വാപ്പയും ഉമ്മയും മകളെ കാണുന്നത് എവിടെ നിന്നാണെന്ന് അറിയോ നിങ്ങള്? തങ്ങളുടെ പ്രിയപ്പെട്ട മകളെ ആ വാപ്പയും ഉമ്മയും കാണുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്ത ഒരു ക്ഷേത്രത്തിലെ കല്യാണ മണ്ഡപത്തിൽ പൂച്ചൂടി നിൽക്കുന്ന കുറി തൊട്ട പെൺകുട്ടിയായി, ഒരു അമുസ്ലിം ചെക്കന്റെ പുതുമണവാട്ടിയായി നിൽക്കുന്ന സ്വന്തം മകളെ കാണേണ്ടി വന്ന ദുർഗതി നമ്മളെപ്പോലെയുള്ള ഒരു വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ടായത് അധികം ദൂരത്തൊന്നുമല്ല. വീട്ടിൽ നിന്ന് കിട്ടാത്തത് നാട്ടിൽ നിന്ന് അന്വേഷിക്കും. ഈ മകൾക്ക് വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും കിട്ടേണ്ട ചിലതുണ്ടായിരുന്നു. അത് വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും കിട്ടാത്തത് കൊണ്ട് അവൾ നാട്ടിൽ നിന്ന് അന്വേഷിക്കാൻ പോയി. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇടപെട്ട ഒരു 3-4 കുടുംബ കേസുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ആ 3-4 കുടുംബ കേസുകളിലും പ്രധാനപ്പെട്ട വില്ലനായി മാറിയത്, കുടുംബം കശാപ്പ് ചെയ്ത വില്ലനായി മാറിയത് മൊബൈൽ ഫോണായിരുന്നു. ഭാര്യയുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഭർത്താവിന് അപകടമാവുന്നു. ഭർത്താവിൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഉള്ളിൽ പുരുഷന്മാരുടെ പേരിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പെൺ സൗഹൃദങ്ങൾ എത്രയോ ഉണ്ട്. അത് അവരെ തമ്മിൽ തകർക്കുന്നു. പല നിലക്കും കുടുംബത്തിൻ്റെ ഉള്ളിൽ ശൈഥില്യത്തിൻ്റെ മഹാമഴ പെയ്യിച്ച എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇവിടെയുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. മൊബൈൽ ഫോൺ എത്രമാത്രം അപകടം ചെയ്തിട്ടുണ്ടെന്നുള്ളത് കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു മൊബൈൽ കമ്പനിയുടെ പരസ്യം തന്നെ എന്താണെന്നറിയോ നിങ്ങൾ? An idea can change your life എന്നാണ്. ഒരു ഐഡിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം താറുമാറാകും. ഒരു ഫോണ് മതി, ഇപ്പോഴുള്ള സമാധാനവും സന്തോഷവും തകർത്ത് കളയാൻ ഒരൊറ്റ ഫോണ് മതി എന്ന പരസ്യം വളരെ സത്യമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ മക്കൾക്ക് മുലപ്പാല് കൊടുക്കുന്നത് പോലെ നമ്മൾ മൂല്യബോധം ചുരത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ മക്കൾ സദാചാരബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മൂല്യബോധത്തിൻ്റെയും വിളനിലങ്ങളായി തീരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിശ്വാസം എൻ്റെ ഉള്ളിനെ നന്നാക്കുകയും എൻ്റെ കുടുംബത്തിൻ്റെ ഉള്ളിനെ നന്നാക്കുകയും എൻ്റെ മൊബൈലിൻ്റെ ഉള്ളിനെ നന്നാക്കുകയും എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിനെ നന്നാക്കുകയും ചെയ്യുന്ന ശുദ്ധീകരണ പദ്ധതിയാണ് വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ ശക്തിയും ആ വിശ്വാസത്തിൻ്റെ സ്വാധീനവും
ഓരോ സെക്കൻഡിലും അനുഭവിക്കുന്ന, എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന, തെറ്റുകളിലേക്ക് വശീകരിക്കുന്ന, പ്രലോഭിപ്പിക്കുന്ന എത്ര വലിയ ശക്തികളോടും ഇല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടാക്കി തീർക്കുന്ന വിശ്വാസം. ഒരേ സമയം അള്ളാഹു ഉണ്ടല്ലോ എന്ന ആശ്വാസം, അതേസമയം അള്ളാഹു ഉണ്ട് കേട്ടോ എന്ന പേടി. ഒരേ സമയം അള്ളാഹു ഉണ്ടല്ലോ എന്ന ആശ്വാസം, അതേസമയം അള്ളാഹു ഉണ്ട് കേട്ടോ എന്ന പേടി ഭയമായി, പക്തിയായി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.